നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. കാരണം ഇന്ന് ഞാൻ ഉച്ചയ്ക്കൊന്നും കുക്ക് ചെയ്തിട്ടില്ല. ഏട്ടൻ കള്ളിക്കാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വാള മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പോൾ മീൻ കറിയും വെച്ച് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് മീൻ കറിയെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്പെഷ്യൽ ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ പറയാം. ഏട്ടൻ കള്ളിക്കാട് പോയതിൻ്റെ കാരണം നമുക്കിവിടെ തേങ്ങ കഴിഞ്ഞു. അപ്പോൾ തേങ്ങ എടുക്കാനായിട്ട് പോയതാണ്. പിന്നെ വാള മീനും ഒക്കെ വാങ്ങിക്കണം. ഇപ്പോൾ വാള മീനൊക്കെ ഇവിടെ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസം അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഏട്ടൻ പോയത് കേട്ടോ. എനിക്ക് പോകാനുള്ള സമയം ഒട്ടും തന്നെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഏട്ടൻ മാത്രം പോയത്. എന്നിട്ട് ഞാൻ പോകാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. ഇത് ചീനിക്കിഴങ്ങാണ്. വേദയ്ക്ക് ചുട്ട് കൊണ്ടുവന്നതാണ്. വേദയ്ക്ക് ചുട്ട ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ലഞ്ചിന് അവിടെ നിന്ന് തന്നു വിട്ടേന്ന് നമുക്ക് നോക്കാം. ചോറ് ഞാൻ രാവിലെ വേദയ്ക്ക് വെച്ച ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ചോറ്, കപ്പ, മുളക് ചതച്ചത്, കാന്താരി മുളക് ചതച്ചത്, പിന്നെ കത്തിരിക്ക മെഴുക്ക് പുരട്ടി, പിന്നെ വാള മീൻ കറി. കണവ മീനും വാങ്ങിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. കണവ മീൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അത് കൊണ്ടുവന്നില്ല. വാള മീൻ മാത്രമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനും വൈകുന്നേരം പുട്ടിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വാള മീൻ കേട്ടോ. കപ്പ അത്രയ്ക്കും വേണ്ടി വെന്തിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് കള്ളിക്കാട് വീഡിയോ കാണാനല്ലേ ഇഷ്ടം. ഞാൻ പോയില്ല എങ്കിലും നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഏട്ടാ കള്ളിക്കാടത്തെ വീഡിയോ എടുത്തിട്ട് വരാം, ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഏട്ടൻ്റെ വീട്ടിലെ കാര്യമായതുകൊണ്ട് ഏട്ടൻ സന്തോഷപൂർവ്വം അത് കേട്ടിട്ട് അതുപോലെ എനിക്ക് വീഡിയോസ് എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആവാനുള്ള കാരണം ഞാനില്ലാത്ത കള്ളിക്കാട് വിശേഷം. നിങ്ങൾക്ക് കള്ളിക്കാട് വീട് അത്രയും ഇഷ്ടം, കള്ളിക്കാട് അമ്മയും അച്ഛനെയൊക്കെ അത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാനില്ല എങ്കിലും കള്ളിക്കാട് വിശേഷം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ഞാനില്ലാത്ത കള്ളിക്കാട് വിശേഷം ഒന്ന് കണ്ടാലോ. ചിലർക്കൊക്കെ ഞാനില്ലാത്ത വീഡിയോ ഭയങ്കര ഇഷ്ടം കേട്ടോ. എൻ്റെ മുഖം കാണുന്നത് തന്നെ അറപ്പാണ്, വെറുപ്പാണ്, ഇഷ്ടമല്ല. ഞാനില്ലാണ്ട് എൻ്റെ മുഖം ഒന്ന് ഒഴിവാക്കിയിട്ട് വീഡിയോ ഇട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം കള്ളിക്കാട് വിശേഷം ഞാനില്ലാതെ കണ്ടോളൂ കേട്ടോ. എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയിൽ മുഴുവനും ഞാനില്ലാതെ കാണിക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ വരും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം എന്നെ കാണിച്ചിട്ട് ഇനി കള്ളിക്കാട് വിശേഷം കാണിക്കാമെന്ന് കരുതിയത്. ഓഫ് കോഴ്സ് കള്ളിക്കാട് ആദ്യം പോകുമ്പോഴേക്കും നമ്മൾ കാട്ടാക്കട മാർക്കറ്റിൽ ഇറങ്ങും. ഇന്ന് ചന്ത ദിവസം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചന്ത ദിവസമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കാരണം ചന്ത കുറച്ച് സജീവമായിട്ടുള്ളതുപോലെ തോന്നുന്നു. സജീവമായിട്ടുണ്ടെങ്കിൽ അത് ചന്ത ദിവസമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ചന്ത ദിവസം ഭയങ്കര ആക്റ്റീവായിരിക്കും മാർക്കറ്റ്. എല്ലാ കച്ചവടക്കാരും ഒക്കെ വന്നിട്ട് നിറയെ ആളും ബഹളമൊക്കെ ആയിട്ട്. അല്ല, ചന്ത ദിവസം അല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതിനെക്കാട്ടി ആളും ബഹളമൊക്കെ ആയിരിക്കും ചന്ത ദിവസമാണെങ്കിൽ. എന്തോ എനിക്കറിയില്ല. എന്തായാലും ഏട്ടൻ നേരെ കാട്ടാക്കട വന്നിട്ടുണ്ട്. ഞാനുണ്ടെങ്കിൽ ഞാനും ഏട്ടനും കൂടി അടിയാണ്. കാട്ടാക്കട മാർക്കറ്റിൽ വരണ്ട, ഇവിടെ ഭയങ്കര വിലയാണ്, ഇവിടെ മീനൊക്കെ ഭയങ്കര വിലയാണ്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് അടുത്ത് വേറൊരു കുഞ്ഞു മാർക്കറ്റ് ഉണ്ട്, അവിടെയൊക്കെ മീൻ നല്ല ലാഭത്തിന് കിട്ടും, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ബഹളം വയ്ക്കും. ഏട്ടൻ എന്നാലും കാട്ടാക്കട മാർക്കറ്റിൽ നിന്ന് വാങ്ങത്തുള്ളൂ. പക്ഷേ ഇത് ഇപ്പോൾ നോക്കിയപ്പോഴേക്കും നിറയെ മീനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. വാളക്കാരി അമ്മയ്ക്ക് വാള മീൻ. ഞാനിങ്ങനെ പറഞ്ഞ് വാളക്കാരി അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് അമ്മയ്ക്ക് പുതിയ പേരായല്ലോ, കള്ളിക്കാടമ്മ, വാളക്കാരി അമ്മ എന്നൊക്കെ പേരായല്ലോ എന്ന് പറഞ്ഞ് അമ്മ ഇപ്പോൾ എല്ലാവരും കള്ളിക്കാടമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മയുടെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് കോമളോ എന്നാണ്. സ്നേഹം കൂടുമ്പോൾ കോമു എന്ന് വിളിക്കുന്നവരും ഉണ്ട്. എൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ കോമു എന്നാട്ടോ വിളിക്കുന്നത്. ഏതെയും ചില സമയങ്ങളിൽ സ്നേഹം കൂടുമ്പോൾ അമ്മൂമ്മയെ കോമു എന്നാണ് വിളിക്കുന്നത്. കോമളം എന്നാണ് പേര്. അച്ഛൻ്റെ പേര് ഹരിഹരൻ എന്നാണ്. അപ്പോൾ ഹരിഹരൻ നായരും കോമളകുമാരിയും ആണ് പേര് കേട്ടോ. മനോജ് കുമാർ എച്ചും ദീപ കെ നായരും, ഇതാണ് അവരുടെ പേര്. ഇപ്പം ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പോൾ കള്ളിക്കാട് വീട്ടിൽ വന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ കപ്പ എല്ലാം അടുപ്പത്ത് കിടപ്പുണ്ട്. ഇവിടെ ഏട്ടനായാലും അമ്മയ്ക്കായാലും അച്ഛനായാലും കപ്പ പുഴുങ്ങിയെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. എന്നെക്കരുതി മാത്രമാണ് ഇവിടെ കപ്പ ഇളക്കിയെടുക്കുന്നത്. എനിക്ക് കപ്പ ഇളക്കി മീൻകറിയും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ പുഴുങ്ങിയ കപ്പ എനിക്ക് വലിയ താല്പര്യമേ ഇല്ല. പിന്നെ മുളകൊക്കെ പൊടിച്ചതുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 പീസൊക്കെ കഴിച്ചാലായി. പക്ഷേ ഇളക്കിയ കപ്പയാണെങ്കിൽ നല്ല കാര്യമായിട്ട് കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കും. അപ്പോൾ ഞാനുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കപ്പ ഇളക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാനില്ലാത്തത് കൊണ്ട് കപ്പ പുഴുങ്ങിയാണ് ചെയ്തത്. അഥവാ ഇവിടെ ഇളക്കുകയാണെങ്കിൽ, മീൻസ് കറിയെ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ, പുഴുക്ക് പോലെ വയ്ക്കുകയാണെങ്കിൽ ഈ കപ്പ ഇങ്ങനെ വെന്ത് ഉടങ്ങണത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. ഇങ്ങനെ കപ്പ വേറിട്ട് അരിഞ്ഞിട്ടതുപോലെ കിടക്കണം കേട്ടോ. ഏട്ടനായാലും അമ്മയ്ക്കായാലും അച്ഛനായാലും ദീപ ചേച്ചിക്കായാലും എൻ്റെ അമ്മയ്ക്കും അങ്ങനെ കേട്ടോ ഇഷ്ടം. പക്ഷേ എനിക്കൊക്കെ നല്ല വെന്ത് കുഴഞ്ഞ് പായസം പോലും ഒരു തരി പോലും ഇല്ലാതെ പായസം കണക്കിരിക്കുന്ന കപ്പയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് കഴിക്കുമ്പോൾ, അതും മീൻകറിയും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. പക്ഷെ കപ്പയും എനിക്ക് ചിക്കനും ഇഷ്ടമല്ല, കപ്പയും മീൻകറിയാണ് ഇഷ്ടം. മീൻകറി എന്ന് പറയുമ്പോൾ വാള മീൻകറി കുഴപ്പമില്ല, എനിക്ക് അത്ര എൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിലും ഞാൻ കഴിക്കും. ചൂര അല്ലെങ്കിൽ പാര മീൻകറിയും കപ്പ ഇളക്കിയതും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ അമ്മൂതേൻ്റെ വായിക്കൂടെ ഇപ്പോൾ വെള്ളം വരുന്നുണ്ട് കേട്ടോ.
അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഈ പറഞ്ഞ പോലെ ഉടങ്കല്ലി മുളകൊക്കെ വേണം മക്കളെ, ഇതെല്ലാം കൂടി ഉടച്ച് കൂട്ടി കഴിക്കണം. അതിൻ്റെ കൂടെ വേറെ തോരനോ അവിയലോ മെഴുക്കുവരട്ടിയോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. കപ്പയും മീൻകറിയും ചോറും മാത്രം. ചിലർ കപ്പയും മീൻകറിയും മാത്രമായിട്ട് കഴിക്കും, പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ ലേശം ചോറും കൂടി ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. വാള നോക്കിയാൽ നല്ല കിടിലം കരിമ്പും പച്ച പോലെ ഇരിക്കുന്ന വാള കേട്ടോ, നല്ല ഫ്രഷ് വാള. അത് നമുക്ക് എടുത്തത് കാണുമ്പോഴായിരിക്കും, ചില വാളകൾ എടുക്കുമ്പോഴേ അങ്ങ് കുഴങ്ങി വീണ് കിടക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല കരിമ്പൻ തണ്ട് പോലെ നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ടല്ലേ വാള. നമുക്ക് ഈ വാളയും മറ്റേ മുള്ളുവാള ഉണ്ടല്ലോ, മുള്ളുവാള എന്ന് പറഞ്ഞാൽ നിറയെ മുള്ളുമായിട്ടിരിക്കുന്ന ഒരെണ്ണം മീനുണ്ട്, അതിന് മുള്ളുവാള എന്നാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് പറയുന്നത്. ആ വാളയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോൾ കണ്ടാലും വാള കാണുകയാണെങ്കിൽ വാള വാങ്ങും, മുള്ളുവാള കാണുകയാണെങ്കിൽ മുള്ളുവാള വാങ്ങും. ഈ വാളയൊക്കെ വലിയ മീനാണെങ്കിലേ വാങ്ങത്തുള്ളൂ കേട്ടോ. കുഞ്ഞ വാള കാണും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല, അത് എടുത്ത് കഴിക്കാൻ പോലും പറ്റത്തില്ല. ആ വാളയൊന്നും നമ്മൾ വീട്ടിൽ വാങ്ങില്ല, ഒരു സൈസുള്ള വാള വാങ്ങും. ഇപ്പം മുള്ളുവാളയെന്ന് പറയുന്ന മീൻ അമ്മയ്ക്ക് എവിടെ കണ്ടാലും നമ്മൾ വാങ്ങിക്കൊടുക്കും കേട്ടോ. ഇപ്പം കഴിച്ച് അമ്മയ്ക്ക് ഇഷ്ടമേ ഇല്ല, ഇഷ്ടമല്ല, ഒരു അത്ര താല്പര്യമില്ല. അല്ലെങ്കിൽ എവിടെ മുള്ളുവാളയെന്ന് ഉണ്ടാലും എത്ര കഴിക്കുകയാണെങ്കിലും അമ്മ കഴിക്കും. പക്ഷെ ഇപ്പം എന്തോ അങ്ങനെ മുള്ളുവാള കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല. ചൂര കഴിക്കും, വാള മീനുമൊക്കെ കഴിക്കും. ഇവിടെ അമ്മയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം വായാണ്, ടേസ്റ്റൊക്കെ കറക്റ്റ് സാധനം, നല്ല സാധനം തന്നെ വേണം കേട്ടോ. ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും പറ്റത്തില്ല. പിന്നെ ആ ഒരു പഴയ നാടൻ സ്റ്റൈലൊക്കെയാണ് ഇഷ്ടം. ഈ ഗോബി മഞ്ചൂരിയൻ, പനീർ ബട്ടർ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അമ്മയ്ക്ക് നല്ല ദോശ, ഉപ്പ്, നല്ല കറികൾക്കെല്ലാം ഉപ്പും പുളിയൊക്കെ വേണം. നല്ല ദോശയും നല്ല ഉപ്പും പുളിയൊക്കെ ഉള്ള സാമ്പാറും ഉഴുന്നുവട ഉണ്ടെങ്കിൽ സുഖം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ദോശ, ഉഴുന്നുവട, സാമ്പാർ. പൊറോട്ട വാങ്ങിക്കൊടുത്താലും അതിൻ്റെ കൂട്ടത്ത് സാമ്പാറും കൂട്ടി കഴിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഗീത ചേച്ചിയുടെ അവിടെ കല്യാണത്തിന് പോയപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു, പൊറോട്ടയും സാമ്പാറും കൂട്ടി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണെന്ന്. ഞാൻ ഇന്ന് വരെ ആ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നത് ഭയങ്കര ടേസ്റ്റാണെന്ന്. അങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ശരിയാണോ? പൊറോട്ടയും സാമ്പാറും അത്രയും നല്ല കോമ്പിനേഷനാണോ? പൊറോട്ടയും ബീഫും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എനിക്ക് എല്ലാം ഈ പൊറോട്ടയും കറിയും കൂട്ടി കഴിക്കുന്നതിനെ കാട്ടി പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അൽഫാമൊന്നുമല്ല, ചിക്കൻ ഫ്രൈയും അതിൻ്റെ പൊടിയും കൂടി വെച്ച് കഴിക്കണം കേട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിഷ്ടമാണ്. പക്ഷേ ഈ സാമ്പാറും പൊറോട്ടയും കൂടി ഞാൻ കഴിച്ചിട്ടില്ല. പൊറോട്ടയും മുട്ടക്കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാമല്ലോ, പണ്ടൊക്കെ കിട്ടുന്ന പൊറോട്ടയുടെ ടേസ്റ്റ് ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് എത്ര നല്ല പൊറോട്ട മേക്കർ, പൊറോട്ട ഹട്ടിൽ നിന്ന് വാങ്ങിച്ചാലും പണ്ടത്തെ ആ പൊറോട്ടയുടെ ടേസ്റ്റ് ഒരിടത്തും കിട്ടില്ല കേട്ടോ. അതിന് ഞാൻ തർക്കിക്കുന്നു. ഇവിടെ എങ്ങും ട്രിവാൻഡ്രത്തെങ്ങും ഞാൻ കഴിച്ചെടുത്ത് ഒരിടത്തും കിട്ടിയിട്ടില്ല ആ പഴയ ഒരു ടേസ്റ്റ്. അതുപോലെ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ മില്ലറ്റ് ബിരിയാണി വെച്ചില്ലേ, ആ വീഡിയോയ്ക്ക് താഴെ കുറേയേറെ കമൻറ്റ്സ് വന്നു കേട്ടോ. ചിലർ പറയും ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാൽ ഉടനെ അതിന് മറുപടിയായിട്ട് വരും. എനിക്ക് നെഗറ്റീവ് പറയുന്നത് ഇഷ്ടമല്ല, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. എൻ്റെ നിങ്ങളുടെ മുഖത്ത് നോക്കിയ ഒരാൾ നിങ്ങളുടെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, അതിന് തിരിച്ച് മറുപടി കൊടുക്കും. അപ്പം ഞാനും അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ നെഗറ്റീവ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ അതിൻ്റെ താഴെ കമൻറ്റുമായിട്ട് വീണ്ടും 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 വരുന്നത്? അവൾക്ക് ഇഷ്ടമല്ല നമ്മൾ കമൻറ്റ് ഇടുന്നത്, അതുകൊണ്ട് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ വീണ്ടും കമൻറ്റ് ചെയ്യുകയാണ്. അതെന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് വന്നതാണ്. മില്ലറ്റ് ബിരിയാണി വെച്ചപ്പോഴേക്കും വന്ന കമൻറ്റ്സ് അതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ആരും ഫുൾ പഠിച്ച് പാസ്സായിട്ടല്ല ഒരു കാര്യവും ചെയ്യുന്നത്. എല്ലാത്തിനും എന്ത് ജോലി ചെയ്താലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റും. ഈ പറഞ്ഞ പോലെ ഞാനൊരു വലിയ കുക്കോ കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പഠിച്ചപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്നും ഒരേ സാധനമല്ലാതെ എന്തെങ്കിലുമൊക്കെ പുതുമ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും, എല്ലാവരും ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫ്ലോപ്പ് ആവും. ഈ കമൻ്റ് ഇട്ടവരൊക്കെ എല്ലാം പഠിച്ചങ്ങ് പാസ്സായി വന്നിട്ട് ഫുൾ സക്സസ് ആയവരാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ കുക്കറിൽ കരിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഞാൻ അതിട്ട് ഇളക്കിയെന്നുള്ളത്. സത്യമായിട്ടും നമ്മളിപ്പോൾ കുക്കറിലിട്ട് ഇങ്ങനെ കരിഞ്ഞിട്ട് ഇങ്ങനെ കരിഞ്ഞില്ല, പാത്രമാണ് കരിഞ്ഞത് കേട്ടോ. അപ്പോൾ പാത്രം കരിഞ്ഞപ്പോൾ ഞാൻ കരുതി നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കരിഞ്ഞ സാധനം ഒരുപാടങ്ങ് കരിഞ്ഞു പോയില്ല, സാധനങ്ങളൊന്നും കരിഞ്ഞില്ല, കുക്കർ മാത്രമാണ് കരിഞ്ഞത്. അപ്പം ഞാൻ കരുതി നമ്മൾ ഐറ്റംസൊക്കെ ഇടുമ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് അത് ഓക്കെ ആവും. അത് ആക്ച്വലി അങ്ങനെ തന്നെയായിരുന്നു. മില്ലറ്റൊക്കെ ഇട്ടിട്ട് വേവിച്ചപ്പോൾ അടിയിൽ കരിഞ്ഞ ഭാഗം എല്ലാം പോയി, ബിരിയാണി അടിപൊളിയായിട്ട് വന്നു. പക്ഷേ മില്ലറ്റ് വെന്തില്ല. മില്ലറ്റിൻ്റെ വേവ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ടൈമാണ് കുക്ക് ചെയ്യുന്നത്. ആരൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇത് എന്തിനാണ് കാണിച്ചതെന്നുള്ളത്. ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഞാനൊരു പരീക്ഷണത്തിന് പോവുകയാണ്, വിജയിക്കോ ഇല്ലെന്ന് അറിയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ഇട്ടത്. എല്ലാം സക്സസ് ആവുന്നത് തന്നെ കാണിച്ച് നമുക്ക് വീഡിയോ ഇടാൻ
പറ്റില്ലല്ലോ. വല്ലപ്പോഴും നമുക്ക് ഫ്ലോപ്പ് ആവുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തും ഈ ഫ്ലോപ്പായ കാര്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എന്നെപ്പോലൊരു പുതിയതായിട്ടൊരാൾ ഇങ്ങനെ ബിഗിനർ വേണമെന്ന് പറയാം, മില്ലറ്റൊക്കെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ മേ ബി എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു പുതിയ അറിവ്, മില്ലറ്റ് കുക്ക് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു പുതിയ അറിവാകും, മില്ലറ്റിന് ഇത്രയും വേവുണ്ട്, അപ്പം മില്ലറ്റിന് വേവ് കുറവല്ല, നമ്മളിനി പരീക്ഷിക്കുമ്പോൾ മില്ലറ്റിന് ഒരുപാട് വേവുണ്ട്, അങ്ങനെ ചെയ്യാവൂ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് തലേ ദിവസം സോക്ക് ചെയ്യണം എങ്കിലേ ആ നെക്സ്റ്റ് ഡേ നല്ല കുക്കായിട്ട് വരുള്ളൂ എന്നൊക്കെ ഉള്ളത്. ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൻ്റെ ഇതിലും എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വേവിക്കാൻ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ കരുതി റവ പോലെയൊക്കെ ആയിരിക്കും, അപ്പോൾ കുക്കറിലിട്ടൊരു വിസിൽ കേൾപ്പിച്ച് അതിൽ കറക്റ്റായിരിക്കും, പെട്ടെന്ന് വേവുമെന്ന് കരുതി. പക്ഷേ ആ ഒരു ഇതിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞിരുന്നതെല്ലാം അതിൻ്റെ കൂടെ മിക്സായി നല്ല കറക്റ്റ് ഇതായിട്ട് വന്നു. വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അത് കരിഞ്ഞതാണ്. എന്നിട്ട് ആരോ ചോദിച്ചിരിക്കണം ഈ കരിഞ്ഞത് തന്നെയാണോ കഴിക്കുന്നതെന്ന്. അന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് മില്ലറ്റ് ബിരിയാണി, വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ആ സാധനമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കരിഞ്ഞതെന്ന് പറഞ്ഞാൽ അടിഭാഗത്താണ് കരിഞ്ഞത്, ആ പോർഷൻ നമ്മൾ എടുത്തിട്ടില്ല, മുകളിലുള്ള കരിയാത്ത ഭാഗമാണ് എടുത്തത്. അതിൽ കരിയുടെയോ പുകയുടെയോ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, മില്ലറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേവുണ്ട്. കുക്കറിലിട്ട് സെപ്പറേറ്റ് വേവിച്ചിട്ട് ചിക്കനുമായിട്ട് മിക്സ് ചെയ്യുക, അങ്ങനെയും ചോദിച്ചു. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്താൽ പോരായിരുന്നോ? ഈ ബുദ്ധിയൊന്നും നമുക്ക് അപ്പോൾ തോന്നില്ല. നമ്മളൊരു പരീക്ഷണം വിജയിച്ചാൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ ചെയ്യുന്നു എന്നല്ലാതെ ഇത്രയേറെ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരത്തില്ല. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടും പറഞ്ഞു കേട്ടോ, അയ്യോ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, മില്ലറ്റിന് ഒരുപാട് വേവുണ്ട് ശ്രീകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ, നമ്മളെ മനസ്സിലാക്കുന്നവർ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തു. അല്ലാതെ കുറച്ച് വാടിനും തുമ്പൊക്കെ കണ്ടിട്ട് വന്നാണ് ചിലർ കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കമൻറ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, മില്ലറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. മില്ലറ്റ് അത്യാവശ്യം വേവുണ്ട്. ഞാൻ വളരെ കുറച്ച് നെയ്യിൽ ഈ സവോള വറുത്തെടുക്കാറുള്ള ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻഡക്ഷനിൽ പെട്ടെന്ന് ഹീറ്റാവും, ഭയങ്കരമായിട്ട് ചൂടാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്തിരുന്നതെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോകത്തില്ലായിരുന്നു പാത്രം. ഈ ഇൻഡക്ഷൻ ആയപ്പോൾ ഭയങ്കര ചൂടായി. പിന്നെ ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, എന്തിനാണ് ഇതിൽ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ ചെയ്തതാണ്. എന്തായാലും സംഭവം ഫ്ലോപ്പായി, അത് നിങ്ങളും കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ സത്യസന്ധമായിട്ട് അതിൽ കാണിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇത്രയും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നത്. ഇതൊന്നുമില്ല, കുക്കർ ഇങ്ങനെ വെച്ച് മൂടി വേവിച്ച ശേഷം നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം അടിപൊളി എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളെ എങ്കിലും കുറ്റം പറഞ്ഞേനെ. അത് വേറൊരു കാര്യം. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. വർഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ, ആങ്കറൊക്കെയാണ്, നമ്മുടെ ഏഷ്യാനെറ്റിലെ ഐ തിങ്ക് സ്റ്റാർ സിംഗറിലെന്തോ ആങ്കറിങ് ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു, ഞാനിങ്ങനെ അതൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ലാതെ ആണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു 4 കിലോ കുറഞ്ഞു. അപ്പോഴേക്കും ആദ്യം എല്ലാവരും ചോദിച്ചു, എന്ത് വണ്ണം വെച്ചിരിക്കണോ, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പട്ടിണി കിടന്ന് 4 കിലോ കുറഞ്ഞപ്പോൾ ചോദിച്ചു, അയ്യോ ഇതെന്ത് പറ്റി, ക്ഷീണിച്ചോയല്ലോ, കണ്ണൊക്കെ കുഴിഞ്ഞോയല്ലോ, ഇതെന്ത് പറ്റി? അപ്പോൾ അതാ പുള്ളിക്കാരി പറയുന്നത്, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ചിരുന്നാലും കുറ്റം, ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് മെലിഞ്ഞിരുന്നാലും കുറ്റം. അതുകൊണ്ട് നമ്മുടെ കാശിന് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക, ആരുടെയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ദേ നോക്കിക്കോ, ഈ വീഡിയോയ്ക്ക് താഴെ കുറേ പേര് കമൻറ്റ് വരും, അവൾ അങ്ങനെയാണ്, അവൾ അഹങ്കാരിയാണ്, അവൾക്ക് കമൻറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല, നെഗറ്റീവ് പറയുന്ന അവൾക്ക് ഇഷ്ടമല്ല, ഉടനെ അവൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് വരും. പിന്നെ പറയും, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, നിങ്ങൾ വീഡിയോ ഇട്ടിട്ടല്ലേ കമൻറ്റ് വന്നത്, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുമ്പോൾ കമൻറ്റ് കേൾക്കാനും ബാധ്യസ്ഥരാണ്, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ അതിന് തിരിച്ച് മറുപടി പറയാനും ഞാൻ ബാധ്യസ്ഥയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ വല്ലാണ്ടങ്ങ് അരിശം കൊണ്ടങ്ങ് ഇതാവണല്ലേ. സത്യം പറഞ്ഞാൽ ഞാനിതിപ്പോൾ എൻജോയ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നു, അത് ഞാൻ കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു, ആസ്വദിക്കുന്നു, അതിന് തിരിച്ച് മറുപടി തരുന്നു. അതിപ്പോൾ ഒരു വീഡിയോയുടെ ഒരു പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. അത് അത്ര നല്ല കാര്യമൊന്നുമില്ല. നമ്മളെ സ്ഥിരം കാണുന്നവർക്ക് അതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. കാരണം അവർ നമ്മളെ നല്ല രീതിയിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് മാത്രം നോക്കി നമ്മളെ നെഗറ്റീവ് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. കാരണം നമുക്ക് പറ്റില്ല കേട്ടോ. ഈ ഫേസ്ബുക്ക് ഉണ്ടല്ലോ, സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അമ്മോ, അത് ഞാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികെട്ട കമൻസ് ആണെന്നറിയാം ഫേസ്ബുക്കിലൊക്കെ വരുന്നത്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലെ കമൻസ് നോക്കാറേ ഇല്ല. ഫേസ്ബുക്കിൽ സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരുപാട് പേര് നല്ല കമൻറ്റും ചെയ്യും. 90% മോശം കമൻറ്റാണ് ഫേസ്ബുക്കിൽ വരുന്നത്. അതിൽ 10% മാത്രമാണ് നല്ല കമൻസ് വരുന്നത്. അപ്പോൾ ഞാൻ കമൻസൊക്കെ ചിലതൊക്കെ കാണും, ചിലത് ഞാൻ റീഡ് ചെയ്യാറേ ഇല്ല. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ ചില കമൻസ് ഇങ്ങനെ കാണും. ഒരുപാട് പേര് നല്ലത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഞാൻ യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ഹാർട്ടെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്.
ഫേസ്ബുക്കിൽ ഞാൻ അത് ചെയ്യാത്തതിൻ്റെ കാര്യം ഞാൻ കമൻസ് റീഡ് ചെയ്യാറില്ല. റീഡ് ചെയ്താൽ എനിക്കിങ്ങനെ ആ കമൻസ് ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതിന് മറുപടി കൊടുക്കണം, അതിൻ്റെ ഒരു പ്രശ്നമാവണം. അതുകൊണ്ട് ഞാനതങ്ങ് റീഡ് ചെയ്യാറേ ഇല്ല. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഞാൻ അതിനൊന്നിനും മറുപടി തരാത്തത് എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നാൽ യൂട്യൂബിലും നെഗറ്റീവ് കമൻസ് വരാറുണ്ട്, പക്ഷേ ഈ ഫേസ്ബുക്കിൻ്റെ അത്രയില്ല കേട്ടോ. അത് 90% നല്ല കമൻസും 10% മാത്രമാണ് നെഗറ്റീവ് യൂട്യൂബിൽ വരുന്നത്. അതുകൊണ്ട് യൂട്യൂബിൽ വരുന്നതിനെല്ലാം ഞാൻ ഹാർട്ട് കൊടുത്ത് വിടാറുണ്ട്. ഫേസ്ബുക്കിൽ ഞാനത് ചെയ്യാത്തത്. കമൻസ് വായിച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ, കൺട്രോൾ പോകും. നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഒരു മര്യാദ വേണം. മര്യാദ കിട്ടി കമൻറ്റ് ചെയ്താൽ അത് വളരെ മോശമായിരിക്കും. അപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വയ്ക്കുക, അത്രേ പറ്റത്തുള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ് ദേവിടെ അമ്മ മീൻകറി വരെ തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ. മോൻ്റെ പാവയ്ക്കയും പയറും ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. ആ പാവയ്ക്ക് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പയറൊക്കെ അല്ലാതെ വാങ്ങിച്ചതാണ്. പാവയ്ക്കോടെ ഭയങ്കര ചിലവാകും. അങ്ങനെ പാവയ്ക്കയും പയറും ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. ഇപ്രാവശ്യം ചീരയൊന്നും വാങ്ങിയില്ലാന്ന് തോന്നുന്നു. ഞാനില്ലാത്തതുകൊണ്ട് ഉടങ്കല്ലി മുളക് ഇടാതെയാണ് ഇന്ന് മീൻകറി വെച്ചിട്ടുള്ളത്. ഉടങ്കല്ലി മുളക് ഇല്ലാത്തത് കൊണ്ടാണോ വാങ്ങിക്കാത്തതാണോ എന്താണ് സംഭവം എന്നൊരു ഐഡിയ ഇല്ല. ഞാനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടോ എന്ന് അമ്മയോട് വിളിച്ച് ചോദിക്കും. ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് പോവും. മീൻകറിയിലൊക്കെ വാരിക്കോരി ചെറുപ്രയെന്ന് ഇടും കേട്ടോ. എല്ലാ മീനും വാങ്ങിച്ചാൽ ഉടങ്കല്ലി മുളക് നിർബന്ധം. അതിപ്പോൾ ചെറിയ മീനൊന്നും ഇല്ല. ഇപ്പോൾ ഈ നെത്തോലിയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് മല്ലിയും മുളകും വറുക്കാണ്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്ത് ഉടങ്കല്ലി മുളകൊക്കെ വറ്റിച്ചൊക്കെ വയ്ക്കുന്നതിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. വായിക്കൂടെ വെള്ളം വരുന്നു സത്യമായിട്ടും. ഓക്കെ, ഇത് ചീനിക്കിഴങ്ങാണ്. ചീനിക്കിഴങ്ങ് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. ചീനിക്കിഴങ്ങെന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ. വേദം എന്ത് ലക്കി ഗേളാ അല്ലേ. ഇതൊക്കെ ഇപ്പോൾ ചുട്ട് കഴിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടോ? ആരും ഉണ്ടാവത്തില്ല. മീൻസ് ഈ സിറ്റിയിലൊക്കെ വളർന്ന കുട്ടികൾക്ക് ഈ ചുട്ട് കഴിക്കുന്ന ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് ചുട്ട് കഴിച്ചത്, അല്ലെങ്കിൽ കപ്പ ചുട്ട് കഴിക്കുക, ചക്കക്കുരു ചുട്ട് കഴിക്കുക, ഇതൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ചെറുതിലെ കഴിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമ്മളൊന്നും അറിയാറായ ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ശേഷം മെയിൻലി ഈ തീയടുപ്പ് വിറകടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചുട്ട് കഴിക്കാറുമില്ല. പക്ഷെ വേദ ഭയങ്കര ലക്കിയാണ്. വേദയ്ക്ക് അതെല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട്, ചുട്ട് കഴിക്കാനും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഗ്രാമപ്രദേശവും ഇവിടുത്തെ നാടും എങ്ങനെയാണ് ഗ്രാമത്തിലെ ഒരിത് എന്നൊക്കെ ഉള്ളത് വേദയ്ക്ക്. തോട്ടിൽ കുളിക്കാൻ പറ്റുന്നുണ്ട്, ആറ്റി കുളിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും വേദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ നാട്ടിൻ പുറത്ത് എന്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം വേദയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ സിറ്റി ലൈഫും അവൾ ആസ്വദിക്കുന്നുണ്ട്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്നത് പോലെ തോട്ടിലൊക്കെ പോയി കുളിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കുറേ റബ്ബറിൻ്റെ നടുക്കൊരു വീടും അങ്ങനെയൊക്കെ ജീവിച്ച ഒരു ഇതാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേദയ്ക്കൊന്നും ഈ ലൈഫ് സ്റ്റൈൽ പറ്റത്തില്ല. അവൾ അങ്ങനെ അവിടെ അല്ല ജീവിച്ച് വളർന്നത്. ഇവിടെ പോലൊരു സ്ഥലത്ത് ജീവിച്ച് വളർന്നുവെങ്കിൽ അവൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ആവും. കുറച്ച് ദിവസമൊക്കെ നിൽക്കും, പിന്നെ പറ്റത്തില്ല കേട്ടോ. സിറ്റി തന്നെ പോകണം എന്നുള്ളൊരു കാര്യം. പക്ഷേ നമുക്കായാലും നമ്മൾ ആ സിറ്റിയായിട്ട് അങ്ങ് ഇതായത് കൊണ്ട് ഇനി നമുക്ക് ഒരു നാട്ടിൻ പ്രദേശത്തോ ഗ്രാമപ്രദേശത്തോ ഒക്കെ പോയി താമസിച്ചൊന്ന് സെറ്റിലാവാൻ കുറച്ച് സമയം എടുക്കും. അവിടെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വീണ്ടും വരാനായിട്ട് നമ്മളൊന്ന് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഞാൻ വല്ലാതെ എൻ്റെ നാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയലേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. പക്ഷേ ഇതുവരെ അതിനുള്ള സാഹചര്യം നടന്നിട്ടില്ല. എന്തായാലും നമുക്ക് പോയി എൻ്റെ ആറാമ്പള്ളി വീടും നമ്മുടെ സ്കൂളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 30 ദിവസം ഉണ്ടെങ്കിൽ 25 ദിവസത്തെയും എൻ്റെ സ്വപ്നത്തിൽ ആ ആറാമ്പള്ളി വീടുണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് ആ വീടിനോട്. എനിക്ക് ആ വീട് എപ്പോഴെങ്കിലും ഞാൻ അവിടെ കൊടുത്തിട്ട് വരുമ്പോൾ ഞാനന്ന് 6th-ലോ 9th പഠിക്കുമ്പോഴാണ് നമ്മൾ ആറാമ്പള്ളിയിൽ ആ വീട് കൊടുത്തിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങ് മനസ്സിൽ വിചാരിച്ചു എനിക്ക് എപ്പോഴെങ്കിലും 10 കാശുണ്ടാകുമ്പോൾ തിരിച്ച് ഈ സ്ഥലവും വീടും വാങ്ങണം എന്നുള്ളത്. അവിടെ കൊടുക്കാനുള്ള മെയിൻ തിങ് എന്ന് പറയുന്നത് ഞാൻ ഈ വർക്ക് ഫീൽഡിലോട്ടൊക്കെ വന്ന ശേഷം ഒരുപാട് ഉള്ളിലോട്ടാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ആറാമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. 30 ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഷൂട്ട് ഫുൾ ട്രിവാൻഡ്രം സിറ്റിയിലായിരിക്കും. ദിവസവും പോയി വരാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. റൂം എടുത്ത് സ്റ്റേ ചെയ്യുന്നത് നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആകുന്നത്. അപ്പോൾ പിന്നെ അവിടെ നോക്കാൻ ആരുമില്ല, ആറാമ്പള്ളി വീടും സ്ഥലമൊന്നും. അങ്ങനെയാണ് അവിടെ കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അച്ഛൻ കുറച്ച് റബ്ബർ വാങ്ങി. അപ്പോൾ ആ റബ്ബർ അതിൻ്റെ തൊട്ടടുത്ത് വാങ്ങിയിട്ടും ആരും നോക്കാനില്ലാത്തത് കൊണ്ട് ആ റബ്ബർ കൊടുത്തിട്ടാണ് പിന്നെ അച്ഛൻ അരുവിക്കര കുറച്ച് സ്ഥലം വാങ്ങുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ വീട് കൊടുക്കുന്നത്. അപ്പം അപ്പോൾ മനസ്സിൽ കരുതി എപ്പോഴെങ്കിലും കാശുണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ ആ വീട് വാങ്ങണം. ഇപ്പോഴും എൻ്റെ മനസ്സിലാഗ്രഹമാണ്, പറ്റുകയാണെങ്കിൽ ആ വീട് വാങ്ങണമെന്ന്. പക്ഷെ ഇപ്പം പഴയതുപോലെ അല്ല കേട്ടോ, ഒരുപാട് മാറിപ്പോയി അവിടെയെല്ലാം.
ഇപ്പോൾ ആ വീടും പരിസരമൊക്കെ കാണുമ്പോൾ അയ്യോ ഇതാണ്, വല്ലപ്പോഴൊക്കെ പോകും കേട്ടോ, വല്ലപ്പോഴും. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഇതുവരെ പോയിട്ടില്ല. ഇനി പോയിട്ടില്ല കേട്ടോ, ഇല്ല ചീമയുടെ കല്യാണം വിളിച്ചാണ്. അവിടെ നമുക്ക് കുറച്ച് നെയ്ബേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ കല്യാണം വിളിച്ച് പോയപ്പോഴാണ് അവസാനമായിട്ട് പോയത്. ഇനി ഉടനെ പോകണം. അപ്പോഴൊക്കെ പോയപ്പോൾ അവിടെ വീടും പരിസരവും ഒക്കെ ഫുൾ മാറി. അവിടെയൊക്കെ നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു പഴയ ഭംഗിയില്ല, പഴയ ആൾക്കാരും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിപ്പോൾ അവിടെ വാങ്ങണമെന്നുമില്ല. എന്തോ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ കേട്ടോ, അമ്മച്ചി. അപ്പോൾ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടില്ല, അമ്മച്ചിയെ അടക്കിയിരിക്കുന്നതൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് അമ്മച്ചിയോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അതൊക്കെ കൊണ്ട് എനിക്ക് ആ സ്ഥലം വാങ്ങണം എന്നൊക്കെ എപ്പോഴും മനസ്സിൽ കരുതും. പക്ഷേ ഇപ്പം എന്തോ അവിടെ പോയി കണ്ട ശേഷം അങ്ങോട്ടേക്ക് പോവാനൊരു മനസ്സ് തോന്നുന്നില്ല. വാങ്ങിച്ചിട്ടാൽ ഈ പറഞ്ഞ പോലെ ആരും നോക്കാനോ എടുക്കാനോ ഇല്ല. പക്ഷേ എനിക്ക് ആ വീടൊക്കെ മാറ്റിയിട്ട് ഒരു തറവാട്, വലിയൊരു തറവാട്, 4 കെട്ടൊക്കെ ഉള്ള ഒരു തറവാട് പോലെയൊക്കെ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിക്കുകയാണെങ്കിൽ ആ സ്ഥലം ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചീമയുടെ കല്യാണം വിളിച്ച് പോയപ്പോൾ അവിടെ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൊടുക്കുന്നില്ല, നമ്മളെന്ന് വാങ്ങിയ ആൾ കൊടുക്കുന്നില്ല, അദ്ദേഹം എന്തോ മരണപ്പെട്ടു പോയി, പിന്നെ എന്തോ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റത്തില്ല, എപ്പോഴെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങി ഒരു കുഞ്ഞു വീടല്ല ആ വീടിനൊക്കെ പൊളിച്ചിട്ട് വേറൊരു അടിപൊളി വീടൊക്കെ വയ്ക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. എന്നിട്ട് അമ്മയും അച്ഛനെയൊക്കെ അവിടെ താമസിപ്പിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഇത് എപ്പം നടക്കുമെന്ന് എനിക്കറിയത്തില്ല, നടക്കുമെന്നും അറിയത്തില്ല. അവിടെയൊക്കെ ഇപ്പോൾ അവിടെ ഒരു പള്ളിയൊക്കെ വന്നു, ഒരുപാട് പേര് പുതിയ ആൾക്കാർ വന്നു താമസത്തിനൊക്കെ വന്നു. അപ്പം നമ്മളവിടെ ഒരു വീട് വെച്ച് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് താമസം മാറിയാലും അവിടെയെങ്കിലും ആരും പഴയ പരിചയക്കാരോ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്കവിടെ അത്രയും പറ്റുമെന്നും അറിയത്തില്ല. എന്തോ എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ അല്ലേ. ഇവിടെ കള്ളിക്കാട് വീട് വരുമ്പോൾ ഒരുപാട് എൻ്റെ അവിടുത്തെ വീട് മിസ് ചെയ്യും. അപ്പോൾ അതേ ഏകദേശം അമ്മയുടെ ജോലികളെല്ലാം കഴിഞ്ഞു. മീൻകറി വെച്ചു, കപ്പ വെച്ചു, കണവ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. തേങ്ങ കൊണ്ടുപോകാനായിട്ട് പൊട്ടിച്ച കവറിലേക്കൊക്കെ ആക്കുന്നുണ്ട്. സത്യം ഇവിടെ നിന്ന് തേങ്ങ കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മൾ തേങ്ങയുടെ ബുദ്ധിമുട്ട് അറിയുന്നില്ല കേട്ടോ. ഇടയ്ക്ക് തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില കൂടി കിടന്ന സമയത്തും ഇവിടെ നിന്നാണ് തേങ്ങ കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോൾ റബ്ബർ കയറിയപ്പോൾ തേങ്ങയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ അച്ഛനമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് ഈ മീനൊന്നും വാങ്ങിക്കില്ലല്ലോ, നമ്മളൊക്കെ വരുമ്പോഴല്ലേ മീൻ വാങ്ങുന്നത്. ഇവിടെ ആകെ കൂടി തേങ്ങയ്ക്ക് ചിലവ് ചമ്മന്തി അരയ്ക്കുക മാത്രമാണ്. ഇവിടെ തോരനൊന്നും വയ്ക്കില്ല, അച്ഛനൊന്നും തോരൻ ഇഷ്ടമല്ല. മെഴുക്കുവരട്ടി ആകെ കൂടി ദോശയ്ക്ക് ചമ്മന്തി അരച്ചാലായി, ചോറിൻ്റെയോടൊപ്പം ചമ്മന്തി അരച്ചാലായി. ഇത്ര തന്നെയാണ് ഇവിടെ തേങ്ങയ്ക്ക് ചിലവ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കും അത്യാവശ്യം കൊണ്ടുപോകാൻ കിട്ടും. നമുക്ക് കഴിയുമ്പോൾ വന്നെടുക്കും. നമുക്കും ഇവിടെ വീട്ടിൽ വലിയ ചിലവൊന്നുമില്ല. പിന്നെ മീനൊക്കെ വയ്ക്കുമ്പോൾ ചിലവുണ്ട്, മീനിന് ഇങ്ങനെ എടുക്കും. തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മെഴുക്കുവരട്ടി ഇഷ്ടമല്ല. ഏട്ടനാണെങ്കിൽ തോരൻ ഒട്ടും ഇഷ്ടമല്ല, മെഴുക്കുവരട്ടിയാണ് ഇഷ്ടം. വേദയോ അതേട്ടാ, തേങ്ങ ചേരുന്ന ഒരു സാധനം കൊച്ച് കഴിക്കത്തില്ല, ഏട്ടനും കഴിക്കത്തില്ല. എനിക്കാണെങ്കിൽ നിറയെ തേങ്ങ ഉള്ള സാധനങ്ങളാണ് ഇഷ്ടം. തോരൻ വെച്ചാലും ഇവിടെ 1 സ്പൂൺ തേങ്ങയായിരിക്കും തോരനിടുന്നത്. നമ്മുടെ അവിടെ എൻ്റെ വീട്ടിലും ഞാനും ഒക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു തേങ്ങ ഫുള്ളിടും. നമ്മൾ അത് കഴിച്ച് ശീലിച്ചത് കൊണ്ട് നമുക്കതാണ് ഇഷ്ടം. ഇവരൊക്കെ ഇത് കഴിച്ച് ശീലിച്ചത് കൊണ്ട് ഇവർക്കൊക്കെ ഇതാണ് ഇഷ്ടം. നമ്മൾ എന്താണോ പണ്ട് മുതലേ കഴിക്കുന്നത് ആ ഒരു ശീലമല്ലേ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ആ ഒരു ടേസ്റ്റ് എപ്പോഴും നമ്മുടെ നാവിൽ തന്നെ നിൽക്കും. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് അമ്മ വയ്ക്കുന്ന ഒന്നും, ഇവിടെ കള്ളിക്കാട് അമ്മ വയ്ക്കുന്ന ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയുടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. അതേ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. പിന്നെ കഴിച്ച് വന്നപ്പോഴേക്കും കള്ളിക്കാട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ എൻ്റെ അമ്മ നിൽക്കുള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് വന്നു കേട്ടോ. കാരണം എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റായിട്ട്, അത് മീൻ കറിയൊക്കെ വയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇറച്ചി കറിയൊക്കെ വയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ വയ്ക്കുന്നതാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. എനിക്കിപ്പോൾ കള്ളിക്കാട് അമ്മ വയ്ക്കുന്നതും ഇഷ്ടമാണ്. പണ്ടൊന്നും എനിക്കെന്തോ മീൻ കറിയൊക്കെ വയ്ക്കുന്നത് കാണുമ്പോൾ എനിക്ക്, നമ്മളവിടെ ഇത്രയും കളറൊന്നും മീൻ കറിക്ക് ഉണ്ടാവില്ല, ഇവിടെ ഭയങ്കര കളറിലൊക്കെയാണ് മീൻ കറി വയ്ക്കുന്നത്. അതിൻ്റെ ടേസ്റ്റും വേറൊരു ഇതുപോലെ തോന്നി കേട്ടോ. പക്ഷേ ഇപ്പോൾ കഴിച്ച് ഇത് തന്നെയാണ്, ഇതും എനിക്കിഷ്ടമാണ്, എൻ്റെ അമ്മ വയ്ക്കുന്നതും എനിക്കിഷ്ടമാണ്. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് മീൻ കറിയൊക്കെ വയ്ക്കുന്നത് കള്ളിക്കാട് അമ്മ വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. അത് കഴിച്ച് ശീലമായത് കൊണ്ടാണോ നാവിന് രുചി കൂടിയിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. അമ്മ വയ്ക്കുന്നത് കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. പക്ഷേ നല്ലതാട്ടോ, ഏത് വെച്ചാലും നല്ല രീതിയിലേ വരത്തുള്ളൂ. ഇതിപ്പോൾ മെഴുക്കുവരട്ടി ആയാലും നമ്മളൊന്നും വെച്ചാൽ ഇങ്ങനെയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. എങ്ങനെ ഞാൻ തലകുത്തി നിന്നാലും ഈ ഒരു ടേസ്റ്റിൽ കിട്ടത്തില്ല. അത് വേറൊരു കാര്യം തന്നെയാണ്. അതെൻ്റെ അമ്മ വയ്ക്കുന്ന രുചിയും കിട്ടത്തില്ല കേട്ടോ, എങ്ങനെ തലകുത്തനെ നിന്നാലും. അത് എന്തൊക്കെയോ ഒരു ട്രിക്കാണ്, കൈപുണ്യം, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത് അല്ലേ.
ഞാൻ ബിരിയാണി വയ്ക്കുമ്പോൾ അവർ ബിരിയാണി വയ്ക്കുമെന്ന് വെച്ചാൽ ഏതും ഇല്ല. ഞാൻ ബിരിയാണി വെക്കാൻ എക്സ്പേർട്ടാണ്. എൻ്റെ അമ്മ പോലും വയ്ക്കില്ല കേട്ടോ. ഞാൻ ബിരിയാണി വെക്കും പോലെ പള്ളിക്കാട് അമ്മയും വയ്ക്കത്തില്ല. ആ ഒരു മത്സരം വെച്ചാൽ അവിടെ ഞാനേ ജയിക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ രഹസ്യം. ഞാൻ നന്നായിട്ട് ബിരിയാണി കുക്ക് ചെയ്യും. ഞാൻ ഉണ്ടാക്കി എനിക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് അറിയാം. പക്ഷേ അമ്മയ്ക്കൊന്നും അങ്ങനെ ഉണ്ടാക്കി പരിചയമില്ലാത്തതുകൊണ്ട് അറിയില്ല. എൻ്റെ അമ്മ ബിരിയാണിയൊക്കെ വയ്ക്കും, എങ്കിലും എൻ്റെ ബിരിയാണിയുടെ അത്ര എത്തത്തില്ല എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഒന്നുമില്ലെങ്കിലും 10-40 പേർക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തതല്ലേ, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ എങ്ങനെയാണ് ദം ബിരിയാണി വെക്കുന്നത് എന്നുള്ള വീഡിയോ യൂട്യൂബ് ചാനലുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു വീഡിയോ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയേ. പക്ഷെ അത് ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോ വേദയ്ക്ക് രാവിലെ സ്കൂളിൽ വിടുന്ന സമയം ജസ്റ്റ് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടില്ല, വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അന്ന് ഏട്ടനൊക്കെ ഷൂട്ടുണ്ട് കേട്ടോ. എന്ന് ഷൂട്ടിനൊക്കെ പോവുകയാണ്. ജസ്റ്റ് ഞാൻ ക്യാമറ വെച്ചിട്ട് വെറുതെ എടുത്ത് ഇട്ടതാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും റീച്ച് ആ വീഡിയോയ്ക്ക് ഉണ്ടാവും, ഇത്രയും നന്നായിട്ട് വരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്രയും നല്ലതായിട്ടാണ്, അല്ല അത്രയും വേണ്ടാതെ ഞാൻ എടുത്തിട്ട ഒരു വീഡിയോ ആണ്. പക്ഷേ നല്ല റീച്ച് ഉണ്ടായിരുന്നു, ഒരുപാട് പേര് കണ്ടു. അതുപോലെ വച്ചു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുന്നുണ്ട്. അത് നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയം, അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇടത്തുള്ളൂ. കുക്കിംഗ് വ്ളോഗ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നത് അങ്ങനെയൊക്കെ അല്ലേ ഇടത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എല്ലാ സൺഡേസിലുമാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു അടുത്ത സൺഡേക്ക് വേണ്ടിയിട്ട് കണ്ടൻറ് ഇല്ലാതെ വന്നപ്പോൾ വേദയ്ക്ക് ഞാൻ രാവിലെ ബിരിയാണി ഉച്ചയ്ക്ക് ലഞ്ചിന് സ്കൂളിന് കൊടുത്തുവിടാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴും വേദയെ സ്കൂളിൽ വിടുന്ന സമയം ഞാൻ ധൃതിയിൽ നിന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഇടുന്ന സമയത്ത് ഇടാൻ കണ്ടൻറ് ഇല്ലാതിരുന്നപ്പോൾ ജസ്റ്റ് എടുത്തതെന്ന് ഇട്ടു എന്നേ ഉള്ളൂ. പക്ഷേ കിടിലം റീച്ചായിരുന്നു കേട്ടോ. ഒന്ന് ജസ്റ്റ് ദം ബിരിയാണി ചെക്ക് ചെയ്താൽ വരും ശ്രീകുട്ടിയുടെ ദം ബിരിയാണി. എൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതും ഞാൻ ആ ഒരു ബിരിയാണി വെക്കുന്ന റെസിപ്പിയാണ്. എന്തായാലും കാര്യം പറഞ്ഞ് കള്ളിക്കാട് വിശേഷം കഴിഞ്ഞു. അപ്പോൾ അമ്മ മീൻകറിയും കപ്പയും മുളക് ചതച്ചതും പിന്നെന്താണ് കത്തിരിക്ക മെഴുക്കുവരട്ടിയൊക്കെ കൊടുത്തു വിട്ടു. അതെല്ലാം ഏട്ടൻ കഴിച്ചു, ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ മീൻകറി മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തു, ഞാൻ കഴിച്ചില്ല. ഞാൻ കുറേ പപ്പായയും ഏട്ടൻ മിക്സ്ചർ വാങ്ങിച്ചുകൊണ്ടുവന്നു. അവിടുത്തെ രേവതിയിലെ മിക്സ്ചർ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് മിക്സ്ചറും കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു. ആ മിക്സ്ചറൊക്കെ ഉള്ളോട് തിന്നു കേട്ടോ. ഈ ആവശ്യമുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല, ഈ ആവശ്യമില്ലാത്തൊക്കെ സാധനം കഴിച്ചാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ വയറ് കണ്ടാലും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഗർഭിണിയൊന്നുമല്ല. അതങ്ങനെ ജന്മനാ കിട്ടിയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യം വിട്ടേക്കൂ. ഇത് വേദയ്ക്ക് ഞാനൊരു വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്. വേദ നാളെ വണ്ടർലായിൽ ട്രിപ്പ് പോവുകയാണ്, അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, വേദ ടൂറിനൊക്കെ പോകണം കേട്ടോ, അത് കിട്ടുന്ന ചാൻസ് നമ്മൾ ഒഴിവാക്കാണ്ട് എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് പോകുന്ന ട്രിപ്പ് വേറെയാണ്. അമ്മയും അച്ഛനൊക്കെ എവിടെ കൊണ്ട് പോയാലും ഫ്രണ്ട്സുമായിട്ട് പോകുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ് എന്നൊക്കെ പറയും. അത് ശരിയാണ്. അതുകൊണ്ട് വേദ സ്കൂളിൽ പോയി തുടങ്ങി. ഇന്ന് വരെ ഈ 7th സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ ട്രിപ്പുകൾക്കും സ്കൂളിൽ നിന്ന് പോയിട്ടുള്ളത് വേദയെ ഞാൻ വിട്ടിട്ടുമുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ അഹങ്കാരം പറയല്ല, വേദ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോവാറുമുണ്ട്, വേദയെ കൂടി കൂട്ടാറുമുണ്ട്. ഇപ്പം നമ്മളിനി എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഫ്രണ്ട്സായിട്ട് പോകുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെ കേട്ടോ. അതിനി നമ്മൾ എത്ര പാരൻസായിട്ട് പോയാലും കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട കുറേ നല്ല കാര്യങ്ങളാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് പോവുക, അത് ഇതൊക്കെ. സ്പെഷ്യലി വേദ ഒരു സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. ഭയങ്കര സന്തോഷം. അവൾക്ക് നമ്മളായിട്ടാണ് ടൂർ പോവുകയാണെങ്കിൽ അവൾ വരാൻ ഭയങ്കര വിഷമമാണ്, അവൾക്ക് വരുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്നു എന്ന് അന്ന് പറഞ്ഞ് ന്യൂസ് അറിഞ്ഞതിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ ഒരുക്കവും ബഹളമാണ്. അത്രയ്ക്ക് എക്സൈറ്റഡ് ആട്ടോ വേദ. പിന്നെ വണ്ടർലായിലാണ് ടൂർ പോകുന്നത്. വണ്ടർലായിൽ ശരിക്കും പറഞ്ഞാൽ ഈ വക സ്ഥലങ്ങളിലൊന്നും ഞാൻ പോകത്തില്ല. എനിക്കിതിലൊക്കെ കയറി റൈഡിലൊക്കെ കയറുമ്പോൾ എൻ്റെ നെഞ്ചിൽ കൂടെ ഒരു സാധനം പോവും. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഹാപ്പി ലാൻഡിൽ പോയി ഒറ്റ സാധനത്തിലേ ഞാൻ കയറിയുള്ളൂ. പിന്നെ എൻ്റെ ജീവൻ പോയി, ഒരു സാധനത്തിൽ കയറിയില്ല. അവിടെ ചെന്ന് നോക്കിയിട്ട് വെറുതെ പൈസയും കൊടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജന്മത്തെ വണ്ടർലായിലൊന്നും ഞാൻ പോകത്തില്ല ഇനി എന്ത് സംഭവിച്ചാലും. അതുകൊണ്ട് വേദ ഈ ഒരു കിട്ടിയ ചാൻസ് എന്തായാലും, ഇപ്പം എന്താ അമീബയൊക്കെ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുകയില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിടണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കരുതി വേദ പോയി എൻജോയ് ചെയ്യുന്നെങ്കിൽ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ വേദയ്ക്ക് പ്രോഗ്രാമും ഉണ്ട് കേട്ടോ, ഡാൻസ് പ്രോഗ്രാം ഇന്ന് പനച്ചിക്കാട് നടക്കുകയാണ്. അപ്പോൾ ഏത് വേണമെന്ന് വെച്ചപ്പോൾ വേദയ്ക്ക് രണ്ടും വേണം. പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ നീ ടൂറ് പോകും, പ്രോഗ്രാം നമുക്ക് പിന്നീടായാലും ചെയ്യാമല്ലോ, ഇപ്പോൾ ടൂർ നീ ഫ്രണ്ട്സായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ വേദയുടെ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് കൊടുത്ത ശേഷം ഞാൻ വേദയെ കൊണ്ടുവന്ന് ട്യൂഷന് വിട്ടിട്ട് ഞങ്ങൾക്ക് ഒന്ന് iPlanet വരെ പോകണം. നമ്മുടെ iPhone വരാറായിട്ടുണ്ട്, നാളെയാണ് അതിൻ്റെ ലോഞ്ച്, മീൻസ് ഇന്നാണ് അതിൻ്റെ ലോഞ്ച്. എനിക്ക് ഒന്ന് അവിടം വരെ പോകേണ്ട ഒരു ചെറിയ ആവശ്യമുണ്ട്. പോകുമ്പോഴേക്ക് ചായ. അപ്പോൾ ഏട്ടൻ ചോദിക്കുകയാണ്, നീ അതൊരു ശീലമാക്കി
ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ, ഇപ്പോൾ വീട്ടിൽ ചായ ഒന്നും ഇട്ട് തരാൻ വയ്യ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം കൂടെ നമുക്ക് പുറത്തു നിന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് മരുതൻകുഴിയിൽ ഫേമസ് ആയിട്ട് മുളക് ബജ്ജി ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട്, ചായക്കട. അവിടെ നിന്ന് മുളക് ബജ്ജി ചായ വാങ്ങിക്കാമെന്ന് കരുതി. ചീമയൊക്കെ ഈ മുളക് ബജ്ജി തിന്നാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഇവിടെ ചായ കുടിക്കാൻ വരുമെന്നാണ് പറയാറ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ആ മുളക് ബജ്ജി അത്രയും ഹൈപ്പായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതിനെക്കാട്ടി കിടിലം അവിടുത്തെ പഴംപൊരി കേട്ടോ. ചീമ കേൾക്കുകയാണെങ്കിൽ, വീഡിയോ കാണുകയാണെങ്കിൽ ഇവിടുത്തെ പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം പഴുക്കാത്ത പഴത്തിൽ നല്ല മുരുമുര ഉള്ള പഴംപൊരി. ചായയും കൊള്ളായിരുന്നു, പക്ഷേ മുളക് ബജ്ജി ആവറേജ് ആയിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും മുളക് ബജ്ജി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട്, ആ ബജ്ജി മാവൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങ് ഉപേക്ഷിച്ചിട്ടാണ് പഴംപൊരി എടുത്തത്. പഴംപൊരി സൂപ്പറായിരുന്നു. മരുതൻകുഴിയിൽ നിന്ന് ഉദയന്നൂർ അമ്പലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ എടപ്പഴിങ്ങിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള കുഞ്ഞു മുളക് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ പഴംപൊരി സൂപ്പറാണേ. യെസ്, എന്നിട്ട് നേരെ നമ്മൾ ഐ പ്ലാനറ്റിലേക്ക് വന്നു. ഐ പ്ലാനറ്റിൽ വന്നപ്പോൾ സുമനാണ് ഇവിടെ ഉള്ളത്. സുമനായിട്ട് കേട്ടോ നമ്മളെ കമ്പനി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും സുമൻ തന്നെയാണ് നമുക്ക് ഫോൺ എടുക്കുന്നത്, ഈ പ്രാവശ്യവും സുമൻ തന്നെയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ നാളെയാണ്, അതായത് ഇന്നാണ് നമ്മുടെ ഐഫോൺ ലോഞ്ച് സെയിൽ തുടങ്ങുന്ന ദിവസം. അപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ഐഫോൺ നേരത്തെ ബുക്ക് ചെയ്തിരുന്നവർക്കൊക്കെ ഇപ്പോൾ കിട്ടും. സീനിയോറിറ്റി അനുസരിച്ചാണ്. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ ഐഫോൺ നമുക്ക് ചെന്നാൽ ഉടനെ കിട്ടുന്ന രീതിയിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ സംഭവം വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ്. ആക്ച്വലി നാളെ, അതായത് ഇന്ന് ഞാൻ ഇവിടെ ഇല്ല, വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടേക്കാണ് ഏതെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് സുമനോട് പറഞ്ഞപ്പോൾ സുമൻ പറഞ്ഞു വന്നില്ലെങ്കിൽ ഫോൺ കയ്യിൽ നിന്ന് പോവും, നെക്സ്റ്റ് വരുമ്പോൾ അടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. തിങ് എന്ന് പറയുന്നത് നമ്മുടെ കളർ ഓറഞ്ച് കളറാണ് ഐഫോൺ 17 കളർ എന്ന് പറയുന്നത്. ആ കളറ് കിട്ടാനില്ല. ബ്ലൂ ഒക്കെ വേണമെങ്കിൽ എടുത്ത് തരാം. പിന്നെ സിൽവറും ഉണ്ട് കേട്ടോ. സിൽവറും കിട്ടാൻ പാടാണ് എന്നാണ് സുമൻ പറയുന്നത്. അപ്പോൾ നാളെ വന്നാൽ എങ്ങനെയെങ്കിലും ഒരെണ്ണമൊക്കെ സെറ്റാക്കി തരാം, സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നോക്കാം എന്നൊക്കെയാണ് സുമൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എന്തായാലും വരാൻ പറ്റില്ല സുമ, നെക്സ്റ്റ് ഡേ നമുക്ക് വരാം, അടുത്ത എന്തോ അലോട്ട് ചെയ്യുമ്പോഴൊക്കെ വരുമ്പോൾ തരാം എന്നൊക്കെ എന്തൊക്കെയോ സുമൻ പറയുന്നു. ഇപ്പോഴെങ്കിലും കിട്ടില്ല, സംഭവം ഒന്ന് മനസ്സിലായി. എന്തായാലും ഇപ്പം നാളെ എനിക്ക് എന്തായാലും വന്ന് വാങ്ങാൻ പറ്റത്തില്ല, നെക്സ്റ്റ് വീക്ക് തന്നെ സുമൻ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സ് മാറി. ഞാൻ 2 ഓറഞ്ച് കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ ആദ്യമേ ഓറഞ്ച് ഫിക്സ് ചെയ്തു. ഐഫോണിൻ്റെ ഈ പ്രാവശ്യത്തെ 17 കളറാണ് ഓറഞ്ച്. അത് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഞാൻ സിൽവറാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 17 കളറാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ തള്ളി വിടുന്നത് സുമനും ഏട്ടനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിനൊരു ആഗ്രഹം, എങ്കിൽ പിന്നെ ഓറഞ്ച് മതി, ഐഫോൺ 17 ഒരു കളറെന്നല്ലേ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓറഞ്ചിനാണ് സുമനോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എൻ്റെ മനസ്സ് മാറി. ഞാൻ പറയും സുമ ഓറഞ്ച് അത് ആർക്കെങ്കിലും കൊടുത്തിട്ട് എനിക്ക് സിൽവർ മതി. അപ്പോൾ എന്തായാലും ഫോൺ ഇല്ല, നമുക്കുള്ള ഫോൺ വന്നിട്ടില്ല. അപ്പോൾ അന്ന് വരുമ്പോൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എനിക്ക് ഒരു സിൽവറും ഒരു ഓറഞ്ചും മതി എന്നുള്ള രീതിയിലായി. ഏട്ടൻ ഓറഞ്ചും എനിക്ക് സിൽവറും ആക്കി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴേക്കും വേദയ്ക്ക് ട്യൂഷന് വിട്ടു. വേദ ട്യൂഷന് വിളിച്ചുകൊണ്ട് വന്നിട്ട് തിരുമല രാമചന്ദ്ര കയറി. വേദയ്ക്ക് ഷോപ്പിംഗ്, പോളിസ്റ്റർ ഷോർട്സ് വേണം, ടൈറ്റ്സ് വേണം, അത് വേണം, ഇത് വേണം. വേദ എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ എടുക്കുന്നത് വേദ ഇഷ്ടപ്പെട്ടില്ല, സൈസ് ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് ഞാനും വേദയും കൂടെ ഒരു അടിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോയി കേട്ടോ. എൻ്റെ അമ്മ സത്യമായിട്ട് ഒരാഴ്ച കൊണ്ട് തുടങ്ങിയ പാക്കിങ്ങും കാര്യങ്ങളാണ്. അതെടുക്കും, ഇതെടുക്കും, അവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കും, കുറേയേറെ സാധനങ്ങൾ, അത് വാങ്ങിക്കും, ഇത് വാങ്ങിക്കും, സ്നാക്സ് വാങ്ങിക്കും. അവരൊരു ഗ്രൂപ്പ് തുടങ്ങി ഫ്രണ്ട്സുമായിട്ട് സ്നാക്സിന് ഓർഡർ ചെയ്യുന്നു, സ്നാക്സ് പറയുന്നു, പൈസ വാങ്ങിക്കുന്നു, പോക്കറ്റ് മണി അച്ഛൻ്റെ നിന്ന് വാങ്ങിക്കുന്നു, അപ്പൂപ്പൻ്റെ നിന്ന് വാങ്ങിക്കുന്നു, എൻ്റെ അമ്മയുടെ നിന്ന് വാങ്ങുന്നു, ചീമയുടെ നിന്ന് ചോദിച്ച് വാങ്ങുന്നു. എല്ലാവരും നിന്നും പോക്കറ്റ് മണിയൊക്കെ സെറ്റാക്കിയിട്ടാണ് വേദ പോകുന്നത് കേട്ടോ. കുറേ സ്നാക്സ് ഉള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിന് ഓരോ സ്നാക്സ്, അവൾക്കൊരു സ്നാക്സ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്നാക്സിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ അർമാദിച്ച് കളിക്കാനായിട്ട് അവർ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഷോർട്ട്സോ എന്തൊക്കെയോ ടൈറ്റ്സോ 3/4 എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ആവശ്യമുള്ളത് ഞാനും അവളും കൂടെ അടിയൊക്കെ കൂടി വാങ്ങിക്കുകയാണ്. അപ്പോൾ ഷോർട്ട്സൊക്കെ അത്യാവശ്യം ലെങ്ത് ഉള്ളതൊക്കെ എടുത്താലേ സ്കൂളിലല്ലേ, അതുകൊണ്ട് ഇടാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വച്ച് നോക്കണം. പിന്നെ എന്താ പോളിസ്റ്റർ തന്നെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോളിസ്റ്ററൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ.
നാളെ മോർണിംഗ് 3:30 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെന്ന് കിടന്ന് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. വേദയ്ക്ക് മൈഗ്രെയിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം നല്ലപോലെ ഉറക്കമൊക്കെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. എന്തായാലും ഭയങ്കര ത്രില്ലിലാണ് അവൾ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവൾ. എന്തായാലും പോയി അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരട്ടെ. വേദ പോകുന്നതിൻ്റെ പിറകെ ഞങ്ങളും ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതെവിടേക്കാണ് ഏതാണെന്നൊക്കെ ഉള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വലിയ വീഡിയോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് കുഞ്ഞു വീഡിയോ ആണെന്നുള്ള വിഷമം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്നിതേ നല്ലൊരു വലിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.